ഹലോ, വെൽക്കം ബാക്ക്. നല്ലൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കനോ മീനോ ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണി എന്നിട്ടത് കുറച്ച് പച്ചക്കറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 8 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കെല്ലാം ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെയൊന്നും വരേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 5-6 ബീൻസ് എന്നിവ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ. അപ്പോൾ നിങ്ങളേത് ഏതെല്ലാമാണോ വെജിറ്റബിൾ ഉള്ളത് അതെല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ മീഡിയം സൈസ് 2 സവാള, 2 തക്കാളി എന്നിവ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുക. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും ഗീ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 കഷ്ണം പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 സവാള ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിൽ എന്തെല്ലാം വെജിറ്റബിളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഓപ്ഷനിലാണ് കേട്ടോ. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അങ്ങനെ ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അങ്ങനെ വെക്കുക. പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ അങ്ങനെ വെക്കുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ജീരകശാല അരി എന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിയാണോ, ബസ്മതി അരി ആണെങ്കിൽ അതെടുക്കുക. ജീരകശാല എന്നിട്ട് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ 4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നെയ്ച്ചോറിനും ബിരിയാണിക്കെല്ലാം എടുക്കുന്ന ചെറിയ അരി എന്നിട്ട് ഇത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ വെള്ളത്തിൽ, എന്നാലാണ് ചോറ് വേകുമ്പോൾ അത് കറക്റ്റ് ഉപ്പായിട്ട് വരിക. ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അരിയിട്ട് കൊടുക്കുക. അരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
1-2 പ്രാവശ്യം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനും അല്ലാണ്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈസിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതാകുമ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സൈഡായിട്ട് തൈരോ അച്ചാറിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.